ഇന്നലെ പ്ലീസ് നമ്മൾ ഇവിടെ ഇവിടുത്തെ ജനങ്ങളെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ നിന്ന് നമുക്ക് സംസാരിക്കാം. ശബ്ദം നിർത്തുന്നു കഴിഞ്ഞില്ലേ? ഞാൻ പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെയും മനസ്സിലാക്കിയുള്ളതുപോലെയും വളരെ ക്രൂരമായ എന്ന് വിശേഷിപ്പിച്ചാലേ ശരിയാവുള്ളൂ, അത്തരമൊരു ദാരുണ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാക്കും, പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം രോഷപ്രകടനമായി മാറും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിവിടെയും സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ഏതോ മാധ്യമം ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുകയുണ്ടായി. അത് ദൗർഭാഗ്യകരമായി. ഞാൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമാണ്, ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ സമരത്തെ എന്നല്ല മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം അറിയാലോ. നേരത്തെ ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ ആരുടെ പക്ഷത്തായിരുന്നു? ഞാൻ ഇന്നേ വരെ ഒരു സമരത്തെ, പ്രതിഷേധ സമരത്തെ, ഈ സമരം എന്നല്ല, ഏത് കാര്യത്തിലുമുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറയില്ല. അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിലൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കത് പറയാൻ കഴിയില്ല, ഞാൻ ശീലിച്ചതല്ല. ഇവിടുത്തെ പഴയ ആളുകളോട് ചോദിച്ചാൽ എൻ്റെ ശീലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. നമ്പർ 2 പിന്നെന്താണ്? സ്വാഭാവികമായും ജനരോഷമുണ്ടായി. ഈ ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു ഉൾപ്പെടെ ഇവിടെ വന്നു. പലവട്ടം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തി. ആ ധാരണ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് വനം വകുപ്പുമായും ഡിപ്പാർട്ട്മെൻറ്റുമായും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി. ഞാനിവിടെ വെറുതെ വന്ന് ഇവിടുത്തെ DFOനെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ചർച്ച നടത്തണം. ഇവിടെ വന്നു പോലല്ലോ ശരി. ഇവിടെ വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം ഉണ്ടാക്കുന്നതിലേക്കായി രാവിലെ ചർച്ച നടത്തി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു. ആവശ്യങ്ങളിൽ ഒന്നും അവസാനത്തേതുമായ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ കടുവയെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു അതിൻ്റെ ധാരാളം നിയമപ്രശ്നങ്ങളുള്ള പ്രശ്നമാണ്. ഞങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെട്ടു, ഇതെൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറിയുമായി, അഡ്വക്കേറ്റ് ജനറലുമായി, ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ രംഗത്ത് വിദഗ്ധാഭിപ്രായം തരേണ്ട എല്ലാവരുമായും വീഡിയോ കോൺഫറൻസിലൂടെ അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ്. ഏറ്റവും ഒടുവിൽ അരുൺ സക്കറിയോടാണ് അഭിപ്രായം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, തുടർച്ചയായി അക്രമത കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത്. ആ വീട്ടുകാരെ കണ്ടപ്പോൾ വലിയ പ്രയാസമായി പോയി. അതുകൊണ്ട് അന്നേരം എനിക്കൊരു മൂടൗട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അന്നേരം ഒന്നും പറയാതിരുന്നത്. കാരണം ആരായാലും ഞാനൊരു മനുഷ്യനല്ലടോ, ആ ഒരു വിഷയം എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, എൻ്റെ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഉറപ്പുകൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുമോ എന്ന് ഞാൻ പരിശോധിക്കും. 29-ാം തീയതി വീണ്ടും ഒന്നുകിൽ വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വീണ്ടും ആലോചനാ യോഗങ്ങൾ നടത്തി ആ യോഗത്തിലൂടെ ഫോളോ അപ്പ് നടത്തി മോണിറ്റർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ച് പോയാൽ പോരല്ലോ. തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെയ്യണം.
ഇങ്ങനെയൊരു ഉത്തരവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിലുള്ള ഒരു സംഭവത്തെ ജനകീയ പ്രശ്നമാക്കി കണ്ടുകൊണ്ട് ആ ജനകീയ പ്രശ്നത്തിന് പരിഹാരമാകാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാരിൻ്റെ ആ ഉദ്ദേശശുദ്ധി, അതിൻ്റെ അർത്ഥത്തിൽ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങൾ ഈ കാണിക്കുന്ന ധൃതി ആ കാര്യത്തിൽ കൂടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.